നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉംറ പുനരാരംഭിക്കുന്നതോടെ ഏത് രാജ്യങ്ങളെ തങ്ങളുടെ തീർത്ഥാടകരെ അയക്കാൻ അനുവദിക്കണം എന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരമായിരിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സ്വാലിഹ് ബൻദൻ അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്ന ഉംറ സേവനം വിദേശികൾക്ക് വേണ്ടി നവംബർ 1 മുതൽ തുറന്നു നൽകുമെന്ന് മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ഈ പ്രസ്താവനയെ തുടർന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അടുത്ത വർഷത്തെ ഹജ്ജിനായി വിദേശ തീർത്ഥാടകരുടെ വരവിനും പുറപ്പെടലിനും പ്രത്യേക കേന്ദ്രീകൃത ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. ഒക്ടോബർ 4-നാണ് ഭാഗികമായി ആഭ്യന്തര തീർത്ഥാടനം പുനരാരംഭിക്കുന്നത്. സൗദി പൗരന്മാർക്കും പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇന്നലെ മുതൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ സ്വയം രജിസ്റ്റർ ചെയ്ത് പ്രവേശനം സാധ്യമാകും. ഉംറ കർമ്മങ്ങൾ, ഹറം പള്ളിക്കകത്തെ പ്രാർത്ഥന, വിടവാങ്ങൽ, പ്രദക്ഷിണം, മദീന പള്ളിയിലെ റൗദ സന്ദർശനം, മസ്ജിദുൽ ഖുബ, ഇഹ്ദ് ഇബ്നുല്ലൂർ എന്നിവിടങ്ങളിലെ സന്ദർശനം തുടങ്ങിയവയ്ക്ക് നിലവിൽ ആപ്പ് വഴി അനുമതിക്കായി ബുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഉംറയ്ക്ക് എത്തുന്നവർക്ക് കഅബ തൊടാനോ ഹജ്റുൽ അസ്വദ് ചുംബിക്കാനോ കഴിയില്ല എന്നും പറയുന്നു. ഒപ്പം പ്രത്യേക ബാരിക്കേഡുകൾക്ക് പുറത്തായിരിക്കും തവ്വാഫിനുള്ള അനുമതി ഉണ്ടാവുക. ഹറം പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു കടക്കുമ്പോഴും അണുനശീകരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.